ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അനന്തംപിള്ള മണികണ്ഠനോട് പറയുക, പ്രതാപവർമ്മയുടെ എല്ലാ കാര്യങ്ങളും അതാത് സമയം നീ എനിക്ക് ചോർത്തി തരണം. ശരി സാർ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. ദാണ്ട ഈ നിമിഷം മുതൽ ഞാനത് ചെയ്തിരിക്കും. അങ്ങനെ അനന്തംപിള്ളയെ മണികണ്ഠന് ഷേക്ക് ഹാൻഡ് കൊടുക്കുവാണ്. അനന്തംപിള്ള വീണ്ടും പറയുക, പ്രതാപവർമ്മയെ ഇല്ലാതാക്കണം, അതാണ് എൻ്റെ ഏക ലക്ഷ്യം. പിന്നെ മണിക്കുട്ടൻ എൻ്റെ ആളായി നിൽക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് വരുമ്പോഴൊന്ന് ശ്രദ്ധിച്ചോണം. മനസ്സുകൊണ്ട് നിനക്ക് എന്നോട് അടുപ്പമുണ്ടെന്ന് ഒരു കാരണവശാലും പ്രതാപന് തോന്നരുത്. അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ ഇട കൊടുക്കുകയും ചെയ്യരുത്. എന്നാൽ മണിക്കുട്ടൻ പൊയ്ക്കോ എന്നിങ്ങനെ അനന്തം പറയുമ്പോൾ മണിക്കുട്ടൻ അങ്ങോട്ട് പോയിട്ട് വെളിയിൽ നിന്ന് മനസ്സിൽ പറയുക, ഞാനിവിടെ വരുന്നത് നിന്റെ കാര്യം ചോർത്താനാടാ വിഡി. ഈ സമയം രാജുവും ഋതികയും കൂടെ ബൈക്കിൽ ഒരു സ്ഥലത്ത് വന്നിങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് രാജു പറയുന്നു, മേഡം ഇറങ്ങ്. ഋതിക ചോദിക്കോ, മേഡമോ? അയ്യോ, അറിയാതെ എൻ്റെ നാവിലിങ്ങനെ വന്നു പോകുന്നതാണേ. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അതെ, എൻ്റെ മഹാനായ അളിയൻ നമ്മളെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. എന്താ രാജു പറയുന്നത്, മഹാനായ അളിയനോ? ആ സമയത്ത് രാജുവിൻ്റെ ഫോണിലോട്ട് മണിക്കുട്ടൻ്റെ കോൾ വരുന്നുണ്ട്. രാജു അത് നോക്കിയിട്ട് പറയുന്നു, മണിക്കുട്ടനാണല്ലോ. ഋതിക ചോദിക്കുന്നു, ഏത് മണിക്കുട്ടൻ? അതെ, ആ അനന്തംപിള്ളയുടെ നീക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അയച്ചിരിക്കുന്ന നമ്മുടെ ഒരാളാ. മണിക്കുട്ടൻ പറയുക, രാജു പറഞ്ഞതനുസരിച്ച് ഞാൻ അയാളോടൊപ്പം കൂടിയിട്ടുണ്ട്. ഓക്കെ മണിക്കുട്ട, എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. ആ അനന്തംപിള്ള കാണുന്ന പോലെയൊന്നുമല്ല, പിശാശ, രക്തം കുടിക്കുന്ന പിശാശി. ഇവനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാൻ രാജു വിഷമിക്കണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. ഋതിക ചോദിക്കുക, രാജു, ഈ അനന്തംപിള്ളയ്ക്ക് എന്തിനാ എൻ്റെ അച്ഛനോട് ഇത്ര ശത്രുത? അയാൾ പണ്ട് പാർട്ടി സെക്രട്ടറിയായി ഇരുന്ന കാലത്തെ തുടങ്ങിയതാ ഒരു ഈഗോ ക്ലാഷ്. അളിയനെ കാണുന്നില്ലല്ലോ ഋതു, ഇതെന്താ താമസിക്കുന്നേ? ഇനി വരുവോ? വരാതിരിക്കില്ല. പണ്ട് വടിവെക്കുന്നിടത്ത് കുടവെക്കുന്ന ആളായിരുന്നു എൻ്റെ അളിയൻ. ഈയിടെയായിട്ട് സ്വഭാവത്തിനൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അത് പാവം പ്രിയേച്ചിയുടെ പ്രാർത്ഥന കൊണ്ടാ. ഋതു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. അളിയാന്ന് വിളിക്കുന്നുണ്ട്. ജയൻ അതിനകത്തിരുന്നു. ഓട്ടോറിക്ഷക്കാരനോട് പറയുന്നു, ചില്ലറയൊന്നുമില്ല, ശമ്പളം കിട്ടുമ്പോൾ തന്നേക്കാം എന്നും പറഞ്ഞ് ഓട്ടോറിക്ഷ പറഞ്ഞു വിടുവാണ്. അങ്ങനെ രാജു ജയൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. ഓട്ടോയൊക്കെ പറഞ്ഞു വിട്ടളിയാ, കാശ് കൊടുക്കണ്ട. അപ്പം രാജു പറയാ, 60,000 ശമ്പളം മേടിക്കുന്ന ആളല്ലേ അളിയൻ, ഇനി ഈ ഓസി അങ്ങ് നിർത്തിക്കൂടെ? അത് പോയി നീ നിന്റെ പെങ്ങളോട് പറ, ഞാൻ കുടിക്കുമെന്ന് കരുതിയേ അവളെൻ്റെ പേഴ്സ് വരെ പിടിച്ചു പറിച്ച് വാങ്ങിച്ച് വെച്ചേക്കുവാ. അപ്പോൾ ഋതിക പറയാ, അത് പിന്നെ കുടിക്കുന്നോണ്ടല്ലേ, അതെനിക്ക് നന്നായിട്ടറിയാം. മോളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാ അവളുടെ ഈ ഒരു പുരുഷ പീഡനം. ശരി, അളിയൻ വിളിച്ച കാര്യം പറയളിയ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി. എൻ്റെ ബോസ് വടയേശി അംബിക സാക്ഷാൽ ആനയെ വിഴുങ്ങിയ അനന്തംപിള്ളയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയോ? എവിടെ വെച്ച്? അതൊക്കെ പറയാം. അങ്ങനെ ജയൻ ആദ്യം അതിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. ജയൻ അങ്ങനെ അവസാനം ജനലിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കുമ്പോൾ അനന്തംപിള്ളയും അംബികയും ചിരിച്ചുകൊണ്ട് പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കുവാണ്. അവർ തങ്ങളിൽ പരസ്പരം സംസാരിച്ചത് വല്ലതോ അളിയൻ കേട്ടോ? കേൾക്കാനൊക്കെ ഞാൻ ശ്രമിച്ചളിയ, പക്ഷേ അവരെന്നെ കേൾപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു. എന്തായാലും അതൊരു ഡീലാണ്. അവളും അയാളും തമ്മിൽ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടു. അയ്യോ, ആപത്താണല്ലോ അളിയ. രാജു ആകെ സങ്കടപ്പെടുന്നുണ്ട്, അതുപോലെ ഋതികയും. ആ സമയത്തൊരു ലോറിയും കൊണ്ടൊരുത്തൻ നിൽക്കുന്നുണ്ട്. അയാൾക്കൊരു ഫോൺ വരുന്നു. അപ്പോൾ അയാൾ പറയുന്നു, എൻ്റെ ആശാനെ, ഞാനിത് എത്ര കണ്ടതാ. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഒത്തിരി കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പലതിനെയും തട്ടിയിട്ടുമുണ്ട്. ഒരു തെളിവും കൊടുക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷനൊന്നും ഇല്ല. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന ആളാ. അവനെ ഞാൻ തീർത്തോളാം. അപ്പോൾ അതൊരു കൊട്ടേഷൻകാരനാണ്. അവൻ പെട്ടെന്ന് ലോറിയിൽ കയറി വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഈ സമയത്ത് പ്രതാപവർമ്മ കാറിൽ കയറി പോകുന്നുണ്ട്. അപ്പോഴാ കൊട്ടേഷൻകാരനൊരു ഫോൺ വരുന്നുണ്ട്. പറഞ്ഞോ? അപ്പോൾ പറയുന്നു, പ്രതാപൻ കാറിൽ കയറിയിട്ടുണ്ട്, കൂടെ ഡ്രൈവറില്ല, ഒറ്റയ്ക്കാണ്. ഏത് റൂട്ടാ? സെയിം റൂട്ടാ. അങ്ങനെ പ്രതാപൻ സ്വയം ഡ്രൈവ് ചെയ്ത് കാറിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രതാപൻ ഇങ്ങനെ ഓർക്കുവാണ്. സാർ തിരക്കുണ്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് പോകരുത്. മെഡിസിൻ കഴിക്കുന്നുണ്ട്, തൽക്കാലത്തേക്കുള്ള ശമനമേ ഉള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ സ്ഥിതിഗതികൾ വഷളായേക്കും. എന്നിട്ട് പഴയ കഥ ഓർക്കുവാണ്. പത്മാവതിയെയും ജഗന്നാഥനെയും അംബിക റൂമിലിട്ട് പൂട്ടിയിട്ട് പ്രതാപനെയും കൂട്ടി വന്ന് ആ കഥക് തുറന്ന് കാണുന്ന രംഗമൊക്കെയാണ് പ്രതാപൻ ഓർക്കുന്നത്. അങ്ങനെ പ്രതാപൻ വരുന്ന കാറിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ആ ലോറിക്കാരൻ വരുന്നുണ്ട്. അവൻ വന്ന് പ്രതാപൻ്റെ കാറിനെ ഇടിക്കുവാണ്.
അങ്ങനെ പ്രതാപൻ ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. പെട്ടെന്ന് കാണിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസാണ്. നാടിനെ നടക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രതാപ് വർമ്മയ്ക്ക് കാർ അപകടം, മന്ത്രിയുടെ നില ഗുരുതരം. അങ്ങനെ ന്യൂസ് റിപ്പോർട്ടർമാരുടെ വർത്തമാനമാണ് കേൾക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രതാപ് വർമ്മയ്ക്ക് പരിക്ക്, മന്ത്രിയുടെ നില ഗുരുതരം. ഇപ്പോൾ മന്ത്രിയെ ഐസിയുവിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അല്പം മുമ്പാണ് നാടിനെ നടുക്കിയ ഈ കാർ അപകടം ഉണ്ടായത്. കഴക്കൂട്ടം പോത്തങ്കോട് റോഡിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. പ്രതാപ വർമ്മ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിരുന്ന കാറിലോട്ട് എതിരെ വന്ന ലോറി വന്ന് ഇടിക്കുമായിരുന്നു. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് ജീപ്പിൽ നിന്നും പോലീസുകാർ ഡ്രൈവറെ ഇങ്ങനെ ഇറക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം തടിച്ചു കൂടിയിട്ടുണ്ട്. സാറേ, ഇതാണോ പ്രതി? ഇയാളതായിരുന്നോ വണ്ടി? എന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങളാണ്. അപ്പോൾ രാജുവും ഋതികയും ഒരു കാറിൽ അവിടെ വന്നിട്ട് ഋതിക കരഞ്ഞുകൊണ്ട് അകത്തോട്ട് ഓടിപ്പോകുന്നുണ്ട്. പോലീസുകാർ പ്രതിയെയും കൊണ്ട് വരുമ്പോൾ രാജു അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ഇയാളാണോ ആ ലോറി ഓടിച്ചിരുന്നത്? അതെ, ഇയാൾ തന്നെയാണ് ലോറി ഓടിച്ചിരുന്നത് എന്ന് പോലീസുകാർ പറയുന്നുണ്ട്. അപ്പോൾ രാജു ചോദിക്കുന്നു, ആര് തന്ന കൊട്ടേഷനായിരുന്നടോ ഇത്? അപ്പോൾ അംബികയും ദീപക്കും അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഡ്രൈവർ നോക്കുന്നിടത്തോട്ട് അംബിക നിൽപ്പുണ്ട്. രാജു അങ്ങോട്ട് നോക്കിയിട്ട് ദേഷ്യത്തിൽ ചോദിക്കുന്നു, എടാ ആരുടെ കൊട്ടേഷനായിരുന്നെന്ന്. ഉടനെ ആ ഡ്രൈവർ പറയാ, ഇത് ആരുടെയും കൊട്ടേഷനൊന്നും അല്ല, സാറ് വളവ് തിരിഞ്ഞ് റോങ് സൈഡിൽ വന്ന് കയറി. അങ്ങനെയാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. രാജു വീണ്ടും അംബികയെ നോക്കുവാണ്. അംബിക ഇങ്ങനെ രാജുവിനെ തന്നെ നോക്കുന്നുണ്ട്. രാജു പറയാ, ഇതൊരു കൊട്ടേഷൻ തന്നെയാണ്, ആര് പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്തതെന്ന് ഇനി പറഞ്ഞാൽ മതി, പറയടാ എന്നും പറഞ്ഞ് രാജു അവൻ്റെ ഷർട്ടെ പിടിക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, പിടിവിട്, നിങ്ങളും മന്ത്രിയുടെ പ്രിയോ മരുമകനോ ഒക്കെ ആയിരിക്കും, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ഇവിടെ പോലീസുണ്ട്, താനാ വട്ടവട സ്റ്റേഷനിലെ CA അല്ലയോ എന്നിങ്ങനെ രാജു പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട് അയാളോട്. താനൊക്കെ ഏത് വകുപ്പിൽപ്പെട്ട പോലീസാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറഞ്ഞിട്ട് അംബികയെ നോക്കുന്നുണ്ട്. കൃത്യമായിട്ടും താൻ ഈ കാര്യത്തിൽ വന്ന് പെട്ടതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ദുരൂഹതയുണ്ട്. ദുരൂഹതയുണ്ടെങ്കിൽ തെളിയിക്കടാ. എന്താ സംശയം? തെളിയിച്ചിരിക്കും. താനിത് ചെയ്തത് ആരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ, ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആദ്യം തൻ്റെ അവസാനം, പിന്നീട് അത് ചെയ്യിച്ചവരുടെ എന്നും പറഞ്ഞ് അംബികയെ നോക്കുവാണ്. പോലീസുകാരൻ ചോദിക്കുക, പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുന്ന ആളെ വിരട്ടാൻ താൻ ആരാണ്? DGPയോ? അല്ലടോ, ജനാധിപത്യ രാജ്യത്തിലെ സാധാരണ ഒരു പൗരൻ. അകത്ത് അപകടത്തിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽപ്പെട്ട് കിടക്കുന്ന ആൾ ആരാണെന്ന് തനിക്ക് അറിയാമല്ലോ. പോലീസുകാരനും കുറച്ച് ചൂടില്ല. റോഡപകടം നടക്കുന്ന സർവ്വസാധാരണമാണ്. അതിന് പോലീസുകാരുടെ മേലോട്ട് കയറിയാലുണ്ടല്ലോ. രാജു അതേ ദേഷ്യത്തിൽ തന്നെ മേക്കിട്ട് കയറിയാൽ എന്തു ചെയ്യുവോടും? പോലീസുകാരിലെ ഒരു നോട്ടപ്പുള്ളിയാണ് താൻ ഇതിൽ ഇടപെട്ടത് കൊണ്ടാണ് എൻ്റെ സംശയം ബലമായത്. സൂക്ഷിച്ചോ, തെളിവ് നശിപ്പിക്കാനോ മറ്റോ ശ്രമിച്ചാൽ തൻ്റെ തൊപ്പി ഞാൻ ആദ്യം തെറിപ്പിക്കും, ബാക്കി ഞാൻ പറയുന്നില്ല. ന്യൂസ് റിപ്പോർട്ടിൽ ഒരാൾ ചോദിക്കുന്നു, സാർ ഈ അപകടത്തിൽ ദുരൂഹതയുണ്ടെന്നാണോ പറയുന്നത്? ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അംബികയും മോനും അവിടെ നിന്ന് വെട്ടി വിയർക്കുന്നുണ്ട്. ഐസിയുവിൻ്റെ മുന്നിൽ രാജുവിനെ കെട്ടിപ്പിടിച്ച് ഋതിക ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവിടെ മാറി അംബികയും ദീപക്കും ഇരിപ്പുണ്ട്. ആൾക്കാരെ കാണിക്കാൻ അംബിക കരയുന്ന പോലൊക്കെ കാണിക്കുന്നുണ്ട്. ഋതു കരയാതെ, വർമ്മസാറിന് ഒന്നും സംഭവിക്കില്ല, സമാധാനമായിട്ടിരിക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. രാജു ഇങ്ങനെ അംബികയെ ദേഷിച്ച് നോക്കുന്നുണ്ട്. അംബിക മനസ്സിൽ പറയുക, ഇവനെന്താ സംശയത്തോട് എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത്? പ്രതാപ് വർമ്മയോട് ഡോക്ടർ പറയുന്നു, യു ആർ ലക്കി സാർ, ദൈവം രക്ഷിച്ചു. പ്രതാപൻ പറയുക, ഒരു ദുർമരണം കിട്ടാനുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഡോക്ടർ. ഡോക്ടർ പറയുക, പാപവും പുണ്യവും ഒക്കെ വേറെ, പാപത്തിലും പുണ്യത്തിലുമൊക്കെ ദൈവത്തിൻ്റെ കോൺസെപ്റ്റ് വേറെയായിരിക്കും. ദൈവത്തിൻ്റെ കാര്യം ദൈവത്തിനല്ലേ അറിയൂ. കാലിലെ ഈ ചെറിയ ഫ്രാക്ചർ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹെയർ ബാഗ് കൃത്യമായിട്ട് വർക്ക് ആയതുകൊണ്ടാണ് ഒരു കുഴപ്പവും പറ്റാതിരുന്നത്. എന്തായാലും ഇത് വല്ലാത്ത ഒരു അത്ഭുതം തന്നെയാണ്. ശരീരവേദന വല്ലതും തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നുന്നില്ല ഡോക്ടർ. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതല്ലേ, അതിൻ്റെ ഒരു വിഭ്രാന്തി മാത്രം. എന്തായാലും സാർ ഒരു 2 days റെസ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും. സാറിന് ഇന്ന് തന്നെ പോകാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അങ്ങനെ പ്രതാപനോട് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. ഡോക്ടർ പുറത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, വർമ്മ സാറിൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരാരാ? ഞാൻ അവൻ്റെ ചേച്ചിയാ സാർ. അംബിക കയറി മുന്നിൽ നിൽക്കൂ. അപ്പോൾ രാജു പറയുന്നു, ഋതികയെ കാണിച്ചിട്ട്, ഇത് അദ്ദേഹത്തിൻ്റെ മകളാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ മരുമകനും. ഋതിയെ കരയുന്ന കണ്ടുകൊണ്ട് ഡോക്ടർ പറയുന്നു, കുട്ടി കരയണ്ട, മോളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും. വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടും വർമ്മ സാറിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. എനിക്ക് കാണാമോ ഡോക്ടർ എന്നിങ്ങനെ അംബിക ചോദിച്ചപ്പോൾ, അതിനെന്താ കയറി കണ്ടോളൂ എന്ന് പറയുകയും അംബിക ദീപക്കിനെയും കൊണ്ട് പെട്ടെന്ന് ഐസിയുവിനകത്തോട്ടം കയറിപ്പോയി. ഋതികയും രാജു അങ്ങനെ വെളിയിൽ നിൽക്കുവാണ്. സഹിക്കാൻ വയ്യാത്ത സങ്കടത്തോടെ ഋതിക ഇങ്ങനെ രാജുവിനെ നോക്കുക. രാജു ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് അംബിക അകത്തോട്ട് ചെന്നിട്ട്, മോനെ പ്രതാപ എന്നും പറഞ്ഞ് കള്ളക്കരച്ചിൽ കരയുവാണ്. എൻ്റെ മോൻ എന്തു പറ്റി? എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. എന്നാലും ഇത്രയും നേരം കൊണ്ട് ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്നറിയാവോ? ഞാൻ എത്രമാത്രം വേദന തിന്നെന്നോ?
ഇതൊക്കെ കണ്ടിട്ട് ദീപക്ക് മനസ്സിൽ പറയാ, കാര്യം ഇവരെൻ്റെ അമ്മ തന്നെയാണ്, എന്നാലും ഇവർ ഇത്ര തരികടയാണോ? ഇത്രയും വിളച്ചിൽ പിടിച്ച ഒരു സ്ത്രീ ഇവരിനി എന്നോട് കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥത തന്നെയാണോ? രാജുവും ഋതിക അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പ്രതാപൻ രാജുവിനോട് പറയുന്നു, രാജു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. സാറേ, എന്താണ് സംഭവിച്ചെന്ന് സാറ് ഞങ്ങളോട് തുറന്നു പറയണം. ആ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അംബികയൊന്ന് നോക്കിയിട്ട് പറയുക, സാർ, ഇതൊരു കൊട്ടേഷനാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന നടന്നിട്ടുണ്ടാവും. ഒന്നുമില്ല രാജു, എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാ. സാറിൻ്റെ ഈ ശുദ്ധഗതിയാ സാറിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. സാറിനോട് ചിരിച്ചു കാണിക്കുന്ന പലരും സാറിൻ്റെ നമ്പർ 1 ശത്രുക്കളാ. അംബികയെ നോക്കുന്നുണ്ട് രാജു. അംബിക രാജുവിനെ നോക്കിയിട്ട് മനസ്സിൽ പറയുക, ഇവ മനഃപൂർവ്വം എനിക്ക് ഒളിയമ്പ് ചെയ്യുവാണല്ലോ. ഇനി ഇവൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇത് കൊട്ടേഷനൊന്നും അല്ല രാജു, നീ ആവശ്യമില്ലാതെ ഓരോന്നും ചിന്തിച്ച് കൂട്ടണ്ട. സാറേ, അത് എൻ്റെ സംശയമാണ് പറഞ്ഞത്. അത് നിന്റെ സംശയം മാത്രമാണ് രാജു. അപ്പോഴങ്ങോട്ട് 2 പോലീസുകാർ വന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നു, സാർ, ഞങ്ങൾ ആക്സിഡൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മൊഴിയെടുക്കാൻ. ആ ലോറി ഡ്രൈവറെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാൾ പറയുന്നത് അയാൾ കുറ്റക്കാരനല്ലെന്നാണ്. അതങ്ങനെയല്ലേ പറയൂ. സത്യത്തിൽ എങ്ങനെയാണ് സാറേ ആക്സിഡൻ്റ് ഉണ്ടായത്? പ്രതാപൻ പറയുക, സത്യം പറഞ്ഞാൽ ഞാൻ ചില കാര്യങ്ങളിൽ ടെൻഷനിലായിരുന്നു. ഞാൻ ഡ്രൈവിങ്ങിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അപകടം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ ലോറി റോങ് സൈഡിലാണ് വന്നത്. ഞാൻ ശ്രദ്ധിച്ചാണ് വന്നത്. സാറിന് ഈ കാര്യത്തിൽ ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കങ്ങനെ ആരെയും സംശയമില്ല. ഇതൊരു സ്വാഭാവികമായ ആക്സിഡൻറ്റാണ്, അത്രയേ ഉള്ളൂ. ഇനി എന്തൊക്കെയോ പ്രതാപൻ പോലീസുകാരോട് പറയുന്നുണ്ട്. എല്ലാം ആ ഡ്രൈവർക്ക് അനുകൂലമാണെന്നാണ് തോന്നുന്നത്. രാജുവിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് ഓക്കെ സാർ, താങ്ക് യു എന്ന് പറഞ്ഞാൽ പോലീസുകാർ പോവുകയാണ്. പുറത്തോട്ട് വന്ന ഋതിക കരയുമ്പോൾ രാജു പറയുന്നു, ഋതു, എന്തിനാ വെറുതെ കരയുന്നത്? വർമ്മ സാറിനൊന്നും സംഭവിച്ചില്ലല്ലോ, ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. എന്നാലും രാജു, അച്ഛനോട് ഞാൻ പിണങ്ങിയതല്ലേ? ഋതു അച്ഛനോട് പിണങ്ങിയെങ്കിൽ അതിന് ഋതു അല്ലല്ലോ തെറ്റുകാരി. സ്വന്തം മകളല്ലെന്ന വർമ്മ സാറ് പറഞ്ഞിട്ടല്ലേ? എനിക്ക് വർമ്മ സാറിനോട് വലിയ ബഹുമാനവും ഇഷ്ടമൊക്കെയാണ്. എന്നാലും സാർ അങ്ങനെ പറഞ്ഞത് ശരിയാണോ? ശാസ്ത്രീയമായ ഒരു തെളിവുമില്ലാതെ വെറും പൂളിഷായ ഒരു തെറ്റിദ്ധാരണയിൽ ഇങ്ങനെയൊക്കെ പറയാവോ? ഒരു ചെറിയ കാര്യമാണോ പറഞ്ഞത്? മനുഷ്യൻ്റെ ഹൃദയം തകർക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? ഒരു മകളെന്ന നിലയ്ക്ക് ഋതു ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം, അത് റിലേഷൻ. ചോരയെ തിരിച്ചറിയാതിരിക്കില്ല. മകൾക്ക് അച്ഛനെയും അച്ഛന് മകളെയും വേണം. ഇതൊക്കെ മാറും ഋതു, മാറണം. രാജു എന്നും വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഋതിക രാജുവിനെ ചേർന്ന് നിന്ന് കരയുവാണ്. ഇതൊക്കെ മാറും, എല്ലാം കലങ്ങി തെളിയും എന്നൊക്കെ ഇങ്ങനെ രാജു പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കലക്കി തെളിയിക്കും ഋതു. അംബിക അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഋതിയെ കണ്ടിട്ട് ചോദിക്കുക, ഇവിടെ എന്താ വല്ല കരച്ചിൽ എക്സിബിഷനും ഉണ്ടോ? ദീപക്കുടനെ എന്തെങ്കിലും ഒരു ഇത്രയും പറഞ്ഞിട്ട് രാജുവിനെ നോക്കിയപ്പോൾ മനസ്സിലായി, ഇവൻ വലിയ കലിപ്പില്ല. ഇപ്പം എന്തെങ്കിലും പറഞ്ഞൊരു ഇഷ്യൂ ആയാൽ ശരിക്ക് അടി കിട്ടും. അതുകൊണ്ട് ഒന്നും വേണ്ട. അംബിക എന്നിട്ട് ഋതിയോട് ചോദിക്കുക, നീ എന്ത് കാണാൻ വന്നതാടി? അവനെ നിന്റെ അച്ഛനല്ലെന്ന് നീ തിരിച്ചറിഞ്ഞില്ലേ? അവനത് തുറന്നു പറയുകയും ചെയ്തു. ബന്ധവും പിരിഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പിന്നെ എന്തിനാടി വീണ്ടും കയറി വരുന്നത്? അംബിക അങ്ങനെ പറയുന്നത് കേട്ട് ഋതികൻ രാജു ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെയും മകൻ്റെയും ചീട്ട് കീറാറായി. എല്ലാ കള്ളത്തരങ്ങളും ഋതിക ഈ ദേഷ്യം കൊണ്ട് തന്നെ ഋതികയും രാജുവും പുറത്തു കൊണ്ടുവരും. എല്ലാ സത്യങ്ങളും പ്രതാപൻ അറിയുകയും ചെയ്യും. അതിനുശേഷം പ്രതാപൻ ചെയ്യാൻ പോകുന്ന നീക്കങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.